ഫ്രണ്ട്സ്, വെൽക്കം ടു 7 Day Miracles ചാനൽ. ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യേക വീഡിയോ ആണ്. ഒരു വ്യക്തിയെ വളരെ വേഗത്തിൽ സ്വാധീനിക്കാനുള്ള 7 ശക്തിയുള്ള സൈക്കോളജിക്കൽ ടെക്നിക്കുകളാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താണ് ആ വ്യക്തിയിലുള്ള പ്രത്യേകത? എന്തുകൊണ്ട് എല്ലാവരും അവൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ കേൾക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു ശക്തമായ വ്യക്തിത്വം ഉണ്ടാക്കാം. ആദ്യത്തെ ടെക്നിക്കാണ് മിറർ ടെക്നിക്. ഇത് വളരെ ശക്തിയുള്ള ഒരു മാർഗമാണ് കേട്ടോ. ഉദാഹരണത്തിന്, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് സൂക്ഷ്മമായി കോപ്പി ചെയ്യുക. അവർ കൈകൾ മടക്കിയാൽ നിങ്ങളും അല്പസമയം കഴിഞ്ഞ് അങ്ങനെ ചെയ്യുക. അവർ മുന്നോട്ടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. സയൻസ് ബാക്കിംഗ് എന്താണ് ഇതിൻ്റെ? ന്യൂറോ സയൻസ് പറയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോണുകൾ ഉണ്ട്. ഇവ നമ്മളെപ്പോലെയുള്ള ആളുകളോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ സഹായിക്കുന്നു. ഇത് സബ് കോൺഷ്യസ് ലെവലിൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? ജോലിക്കുള്ള ഇന്റർവ്യൂവിൽ, ബിസിനസ് മീറ്റിംഗിൽ അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് അമിതമായി ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മോക്ക് ചെയ്യുന്ന പോലെ തോന്നാം. സോ ബി നാച്ചുറൽ കേട്ടോ. രണ്ടാമത്തെ ടെക്നിക് ആക്റ്റീവ് ലിസണിംഗ്. ഇത് നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുടെയും വിശ്വാസവും ബഹുമാനവും നേടാൻ സഹായിക്കും. നമ്മളിൽ മിക്കവർക്കും സംസാരിക്കാനാണ് ഇഷ്ടം, കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ ഒരു നല്ല ശ്രോതാവാണെങ്കിൽ ആളുകൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടും. ഹൗ ടു ഡു ഇറ്റ്? 1. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അവർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അവരുടെ കണ്ണുകളിൽ തന്നെ ശ്രദ്ധിക്കണം. 2. നോഡിങ്. ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തലയാട്ടി കാണിക്കുക. 3. റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ കാര്യമില്ലേ, അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ വീണ്ടും ആവർത്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ട് നിങ്ങളോട് അവരുടെ പ്രശ്നം പറയുന്നു. സാധാരണ നമ്മൾ ഉടനെ ഉപദേശം കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ പകരം ഇത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നം തന്നെയാണല്ലോ, കൂടുതൽ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുക. ഫലം, ഇത് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നു എന്ന്. അവർ നിങ്ങളെ വിശ്വസിക്കും, കൂടുതൽ ബഹുമാനിക്കും. മൂന്നാമത്തെ ടെക്നിക് വളരെ ലളിതമാണ്, പക്ഷേ അത്യന്തം ഫലപ്രദമാണ്. അതാണ് നെയിം റെപ്പിറ്റേഷൻ. ഡു യു നോ ദി സയൻസ് ബിഹൈൻഡ് ഇറ്റ്? സൈക്കോളജി പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ പേര് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദമാണ്. അത് അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഹൗ ടു ഡു ഇറ്റ്? സംസാരിക്കുമ്പോൾ അവരുടെ പേര് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, പക്ഷേ അത് സ്വാഭാവികമായിരിക്കണം കേട്ടോ. ഉദാഹരണത്തിന്, രാകേഷ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. രാഹുൽ, ഇതിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? അനു, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അമിതമായി ചെയ്യരുത്. ഒരു സംഭാഷണത്തിൽ 2-3 തവണ പേര് പറഞ്ഞാൽ മതി. കൂടുതലായാൽ അത് ആർട്ടിഫിഷ്യലായി തോന്നും. ഒരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞു തരാം. പുതുതായി കണ്ടുമുട്ടുന്ന ആളുകളുടെ പേര് ഉടനെ തന്നെ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, നൈസ് ടു മീറ്റ് യു ശ്യാം, സച്ച് എ വണ്ടർഫുൾ മീറ്റിംഗ് വിത്ത് യു ശ്യാം. ഇത് അവർക്ക് പ്രത്യേകത തോന്നാൻ സഹായിക്കും. നാലാമത്തെ ടെക്നിക് വളരെ ആഴമുള്ളതാണ്. ഇത് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പറയുന്നതാണ്. ഒരു വ്യക്തിയുടെ ഇമോഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് വാക്കുകളിലൂടെ പറയുന്നു. ഇത് അവർക്ക് നിങ്ങൾ അവരെ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്ന് തോന്നാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതിനെപ്പറ്റി വളരെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ, ഇത് നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഇതിനെപ്പറ്റി വളരെ പാഷനറ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു നോക്കൂ. എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? വികാരങ്ങൾ മനസ്സിലാക്കി തരുന്ന ആളുകളോട് കൂടുതൽ അടുപ്പം തോന്നും. അവർക്ക് തോന്നും നിങ്ങൾ അവരെ ശരിക്കും മനസ്സിലാക്കുന്നു എന്ന്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റായി ലേബൽ ചെയ്യരുത്. നിങ്ങൾ ദേഷ്യത്തിലാണ് എന്ന് അവർ ദേഷ്യത്തിലല്ലാത്തപ്പോൾ പറയരുത് കേട്ടോ. ഇത് പ്രശ്നമുണ്ടാക്കും. അഞ്ചാമത്തെ ടെക്നിക് എസ് ലാഡർ. ഇത് വളരെ ശക്തിയുള്ള ഒന്നാണ്. ഇത് സെയിൽസിലെ ആളുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയോട് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് യെസ് എന്ന് പറയിപ്പിക്കുക, പിന്നെ വലിയ കാര്യങ്ങൾക്ക് യെസ് പറയാൻ സാധ്യത കൂടുതലാണ്. സയൻസ് ബിഹൈൻഡ് ഇറ്റ് എന്താണെന്ന് അറിയാമോ? ഇത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആണ്. ഒരു വ്യക്തി എസ് എന്ന് പറയുന്നത് കൂടുതലായാൽ അവർ കൂടുതൽ എസ് എന്ന് പറയാൻ സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന്, ഇന്ന് കാലാവസ്ഥ നന്നായിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ പുറത്തു പോകാൻ തോന്നും, ഒന്ന് നടക്കാൻ പോകുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ ഒബ്വിയസ് ആയി ചെയ്യരുത്. എല്ലാ സെന്റൻസിന്റെ അവസാനം അല്ലേ എന്ന് ചോദിക്കരുത് കേട്ടോ. സ്വാഭാവികമായി തന്നെ ചെയ്യുക. ആറാമത്തെ ടെക്നിക് സ്റ്റോറി ടെല്ലിംഗ്. ഇത് ഏറ്റവും ശക്തിയുള്ള ടെക്നിക്കുകളിൽ ഒന്നാണ്.
എന്തുകൊണ്ടാണ് സ്റ്റോറി? മനുഷ്യർ സ്വാഭാവികമായി കഥയിൽ ആകർഷിക്കപ്പെടുന്നു. നമ്മുടെ ബ്രെയിൻ ഫാക്റ്റുകൾ മറക്കും, പക്ഷേ സ്റ്റോറി ഓർമ്മിച്ചു വയ്ക്കും. ഒരു പവർഫുൾ സ്റ്റോറി സ്ട്രക്ചർ ഇങ്ങനെയാണ്: 1. സിറ്റുവേഷൻ, എന്തായിരുന്നു അവസ്ഥ. 2. പ്രശ്നം, എന്തായിരുന്നു ചലഞ്ച്. 3. ആക്ഷൻ, എന്ത് ചെയ്തു. 4. റിസൾട്ട്, എന്തായിരുന്നു ഫലം. 5. ലെസൺ, എന്താണ് നമ്മൾ പഠിച്ചത്. ഫോർ എക്സാമ്പിൾ, ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പഴയ അമ്മാവനെ കണ്ടു. എല്ലാവരും സീറ്റ് ഷെയർ ചെയ്യാൻ പഠിക്കുന്നു, പക്ഷെ ഞാൻ എൻ്റെ സീറ്റ് കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല: ചെറിയ നന്മകളാണ് ലോകം മാറ്റുന്നത്. ആ ദിവസം മുതൽ ഞാൻ എല്ലാ ദിവസവും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ടെക്നിക്ക് നമുക്ക് ബിസിനസ്സിലും അപ്ലൈ ചെയ്യാം. ഞാനൊരിക്കലും ഒരു കസ്റ്റമറിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് തുടങ്ങി അവർ എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് വഴി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കും. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സും കൂടെ ഓർമ്മിക്കണം കേട്ടോ. സ്റ്റോറി ജെന്യൂൻ ആയിരിക്കണം, വളരെ ലോങ് ആക്കരുത് കേട്ടോ. കൂടാതെ ഒരു ക്ലിയർ പോയിന്റും കൂടി ഉണ്ടായിരിക്കണം. അവസാനത്തെ ടെക്നിക്കാണ് റെസിപ്രോസിറ്റി. ഇത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തെ ബേസ് ചെയ്തിരിക്കുന്നു. അതായത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ നമുക്ക് തിരികെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്ന സ്വഭാവമാണിത്. അതായത് ആദ്യം നിങ്ങൾ ഒരു കോംപ്ലിമെന്റ്, ഒരു ചെറിയ ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. മനുഷ്യ മനസ്സ് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ ടെക്നിക് അപ്ലൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് ഉടനടി തന്നെ കിട്ടുന്നതായിരിക്കും. ഒരു പ്രധാന കാര്യം, ഈ ടെക്നിക്കുകൾ എല്ലാം മനുഷ്യരുടെ നന്മയ്ക്കും പോസിറ്റീവ് ഇൻഫ്ലുവൻസിനും വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആരെയും ചതിക്കാനോ നോവിക്കാനോ വേണ്ടിയല്ല, റെസ്പോൺസിബിളായി ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഈ ട്രിക്കുകൾ ട്രൈ ചെയ്ത് കമൻറ്റിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഏതാണ് ഏറ്റവും എഫക്റ്റീവ് ആയെന്ന് പറയാമോ? ഇതുപോലുള്ള കൂടുതൽ സൈക്കോളജി ട്രിക്കുകൾ വേണമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. See you soon and accept the miracles right now.